എന്നെ ഉപദ്രവിക്കില്ലേ? അയ്യോ വേദന. ദാ പോകുന്ന ഞങ്ങളുടെ മാറ്റു വിൽക്കുന്നതിന്റെ മുതലാളി. അങ്ങേര് തന്നെ ഞങ്ങളുടെ മുതലാളി. ഇതോ ആ ചുവന്ന ഷർട്ട് ഇട്ടിട്ട് പോകുന്നത് അങ്ങേരാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അയ്യോ അയാളോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മറിയ, ഞാനൊന്നും പറഞ്ഞില്ല. അയ്യോ ആരും അവിടെ കിടക്കുന്നില്ല. അയ്യോ അത് നമ്മുടെ ഗോപേട്ടനല്ലേ? അയ്യോ എന്ത് പറ്റി? അയ്യോ ചോര വരുന്നല്ലോ. ഇതൊന്നും പോരാടി. ഇവൻ ചെയ്തിട്ടുള്ള പാവങ്ങൾക്ക് ചാവട്ടെ പെണ്ണുപിടിയൻ. ഗോപേട്ടാ അയ്യോ എന്റെ കൺമുന്നിൽ വെച്ച്
നിനക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ പോയല്ലോ മാലതി. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്നാണ്. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ഗോപിയുടെ വീട്ടിലേക്ക് പോകും. നീ എന്താ പറഞ്ഞേ? ഗോപിയുടെ വീട്ടിൽ പറയാൻ? 2000 രൂപയ്ക്ക് വേണ്ടി ഞാൻ പലരെയും സമീപിച്ചു, കിട്ടിയില്ല. വേലുവെട്ടിന് ജോലി കിട്ടാതെ പോകുമോ എന്നുള്ള വെപ്രാളത്തിൽ അവസാനം എനിക്ക് ഗോപിയോട് തന്നെ ചോദിച്ചു വാങ്ങേണ്ടി വന്നു. നീ എന്തായി പറഞ്ഞത്? ഗോപിയുടെ പണം വാങ്ങിയെന്നോ? നീ എന്താ മാലതി കാണിച്ചത്? ഓ ദുഷ്ടനെ ഞാൻ ഇല്ല. ആ 2000 രൂപ മടക്കി കൊടുത്തിട്ട് ഇനി മറ്റെന്ത് കാര്യമുണ്ട്? ഞാൻ അവശനായി കിടന്നപ്പോൾ ഒരു സ്ത്രീക്കും എന്നോട് സഹതാപം തോന്നിയില്ല. എല്ലാവരും എന്നെ കാർക്കിച്ച് തുപ്പിക്കൊണ്ടാണ് പോയത്. സ്ത്രീവർഗത്തെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നെന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ മറിയേ. ചേട്ടൻ കൂടുതൽ സംസാരിക്കണ്ട, ഉറങ്ങിക്കോളൂ. എങ്ങനെ ഉറങ്ങും? പോലീസ് നാലുപാടും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ചെന്ന് പോലീസിനോട് കുറ്റമേറ്റു പറഞ്ഞാൽ ചിലപ്പോൾ പിഴ മാത്രം അടച്ചാൽ മതിയാവും. ചേട്ടൻ ധൈര്യമായിരിക്കൂ. എന്ത് ചെയ്തിട്ട് കൈ കൊള്ളത്തില്ല. അല്ല, ഇതാര് വേലു? വഴിതെറ്റി വന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞു, ആളങ്ങ് ഡള്ളായിപ്പോയല്ലോ വേലോട്ടാ. എനിക്ക് അത്യാവശ്യമായി 2000 രൂപ വേണം. 2000 രൂപ ചീട്ട് കളിച്ചുണ്ടാക്കാൻ വന്നതായിരിക്കും. തമാശ പറയടാ. എങ്ങനെയെങ്കിലും 2000 രൂപ ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും 2000 രൂപ. ഇങ്ങ് വാ, പറയട്ടെ. എന്താ? നമ്മുടെ കടപ്പുറത്ത് കിഴക്കേ അറ്റത്തൊരു ബംഗ്ലാവില്ലേ? നമ്മുടെ ശിവരാമ മുതലാളിയുടെ? അതെ, അത് തന്നെ. അവിടെ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയിരിക്കുക. അകത്ത് കടന്നു കിട്ടിയാൽ നല്ല കൊയ്ത്ത. 50-50. എന്ത് പറയുന്നു? ഇന്ന് രാത്രി തന്നെ പോയിക്കളയാ. അതിലേക്കാണ് സംഗീത കച്ചേരി. വെറുതെ ഒന്ന് പാടിപ്പോയതാ സാറേ. നിർത്തി.